നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ടടാ, ഇനി അങ്ങോട്ട് പോകുന്നത് ബുദ്ധിയല്ല. അവര് അമ്പല ദർശനം കഴിഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് പറ്റിയ ഒരു സ്ഥലത്ത് കാത്തിരിക്കാം. നിങ്ങളെ ഒന്ന് വണ്ടി കയറാം. ദേവാ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അഖിൽ സാർ എനിക്ക് തന്ന സ്നേഹമൊക്കെ ഒരു ഭാര്യയുടെ പൂർണ്ണ അധികാരത്തോടെ നാളെ മുതൽ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ. എടാ കണ്ണ, നിനക്കിന്ന് ഈ അമ്പലത്തിലാണോ ഡ്യൂട്ടി? എന്തായാലും നിന്നെ കണ്ടത് നന്നായി. ശ്യാമയ്ക്ക് നിന്നെ കാണണമെന്നും പറഞ്ഞിരിക്കായിരുന്നു. ഞാൻ ശ്യാമയെ വിളിക്കാം. നീ നിക്ക്. വേണ്ട അഖിൽ സാറേ, ചേച്ചി പ്രാർത്ഥിക്കട്ടെ. സാറ് ബൈക്കിലാണല്ലേ വന്നത്? വണ്ടി ഓടിക്കുമ്പോ സാറ് സൂക്ഷിച്ചോണം ഓടിക്കാൻ. വളരെ സൂക്ഷിക്കണം. വണ്ടി എങ്ങനെ ഓടിക്കണമെന്നേ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാനേ ശ്യാമയെ വിളിക്കട്ടെ, നീ നിക്കേ. ശ്യാമയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. സാറേ വേണ്ട സാറേ, ചേച്ചി ഇനി ഒരിക്കൽ കാണാം. നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. നീ ഓരോ നമ്പർ ഇറക്കണ്ട. ഞങ്ങളുടെ വിവാഹമൊക്കെ നാളെ കഴിയും. നീ നിക്കേ, ഞാൻ ശ്യാമയെ വിളിക്കട്ടെ. ഇതെവിടെ പോയി? ശ്യാമേ, വന്നേ. സാർ ഇതെവിടെ പോയതാ? വന്നേ, ഞാൻ പറയാറില്ലേ കണ്ണൻ. അവന്റെ അവിടെയുണ്ട്. വാ. അയ്യോ, അവനെ എനിക്കൊന്ന് കാണണം. വാ. ഇതെവിടെ പോയി? സാർ എവിടെ? അവൻ വീണ്ടും പറ്റിച്ചു. വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ ഓടിക്കണമെന്ന് ഉപദേശിച്ചിട്ട് കക്ഷി അങ്ങ് പോയോ? കണ്ണാ, കണ്ണാ. ചേടാ, ഇതിവന്റെ സ്ഥിരം പരിപാടിയാണെന്നേ. കണ്ണാ, താമ്പ നമുക്ക് പോവാം. വാ. എന്നാൽ ഇവനിത് എവിടെ പോയി? വാ.
മനഃപൂർവ്വം പോലെ. എന്താ സാർ? എന്താ? ആ കണ്ണന്റെ വിളി കേട്ടിട്ടാ ഞാൻ വണ്ടി വളച്ചത്. ആ കണ്ണൻ നമ്മളെ രക്ഷിച്ചു. അവൻ എവിടെയോ ഒളിച്ചു നിന്നതാ. അവൻ നമ്മളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ ദൂരെ നിന്ന് വിളിച്ചു. അങ്ങനെ എനിക്ക് വണ്ടി വെട്ടിക്കാൻ തോന്നിയത്. പക്ഷെ ഞാനൊന്നും കേട്ടില്ലല്ലോ. അവൻ എവിടെയാ? എനിക്കും കാണണം. അവൻ എങ്ങോട്ടോ പോയി. നമുക്കവനെ കാണാം. ആ കണ്ണനെ ഞാൻ തന്റെ മുമ്പിൽ കൊണ്ടുവരും. സാർ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എനിക്ക് പക്ഷേ സന്തോഷാ തോന്നുന്നേ. സത്യം, ഇങ്ങനെയൊന്ന് സംഭവിച്ചതുകൊണ്ടല്ലേ പിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റിയതാ, പിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയതാ. സാറിന് വല്ലതും പറ്റിയോ? പറഞ്ഞില്ലേ, നമ്മള് രണ്ടുപേരും സേഫാ, ഒന്നും പറ്റിയില്ല. നിന്റെ കൃഷ്ണൻ നമ്മളെ രണ്ടുപേരെയും രക്ഷിച്ചു. വല്ലാതെ സന്തോഷിച്ച ദിവസമായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? ഞാനത് ഇപ്പോഴും സന്തോഷിക്കുക. നമ്മുടെ അടുപ്പം വല്ലാണ്ട് കൂടിയ ദിവസം. എന്നാലും ആ വാൻ എന്തിനാ നമ്മുടെ നേർക്ക് പാഞ്ഞു വന്നത്? അതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചതായിരിക്കും. സാർ, എന്താ ശ്യാമേ? സാർ, നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ പുറകെ ആ വാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാനത് വ്യക്തമായിട്ട് കണ്ടതാ. ഈ വാൻ ഉണ്ടായിരുന്നു. സാർ, ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട്. ജഗന്നാഥൻ അയാള് ചതിച്ചതാണോ? സാർ, നമുക്ക് പോവാം. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. മാത്രല്ല, നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം നടക്കുക. നമുക്ക് പോവാം. ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അയാളെ ഞാനൊന്ന് കാണുന്നുണ്ട്. നമുക്ക് പോവാം. എന്തായാലും നടന്ന സംഭവങ്ങളൊന്നും ആരും അറിയിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.